പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ഇന്ന് ജനുവരി 11 ഞായറാഴ്ച. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 17-ാമത്തെ വാക്യം. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. ഇന്ന് നമ്മുടെ മുമ്പിൽ ദൈവവചനം തുറക്കുന്നത് വലിയ ഒരു ആഹ്വാനത്തോടെയാണ്. ഇതൊരു ഉപദേശം മാത്രമല്ല, ഒരു നിർദ്ദേശത്തിലുപരി ദൈവത്തിൻ്റെ അടിയന്തര സന്ദേശമാണ്. മാനസാന്തരപ്പെടുവിൻ, കാരണം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇത് യേശു പ്രസംഗിച്ച ആദ്യ സന്ദേശമാണ്. അതായത് സുവിശേഷത്തിൻ്റെ കവാടവാക്യം ഇതാണ് എന്ന് പറയാൻ സാധിക്കും. മാനസാന്തരപ്പെടുവിൻ. മാനസാന്തരം എന്നത് പശ്ചാത്താപ പ്രാർത്ഥനയല്ല. മാനസാന്തരം ദിശമാറ്റമാണ്. നടന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ നിന്ന് തിരിഞ്ഞു നടക്കുവാൻ തീരുമാനിക്കുന്നതാണ്. ദൈവം പറയുന്നു, എന്നോടൊപ്പം നടക്കണമെങ്കിൽ പഴയ വഴിയിൽ നിന്ന് തിരിയണം. മാനസാന്തരമില്ലാത്ത ആരാധന അത് ജീവിതമാകുകയില്ല. പാപം ഉപേക്ഷിക്കാതെ പ്രാർത്ഥനയ്ക്ക് ശക്തിയും ലഭിക്കുകയില്ല. ആയതിനാൽ നമ്മുടെ വഴികളിൽ, നടക്കുന്നതായ പാതകളിൽ ഒരു ചേഞ്ച്, ദിശമാറ്റം വരുത്താം. സ്വർഗരാജ്യത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുക, യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്വർഗരാജ്യം എന്നത് മരണത്തിന് ശേഷം പോകുന്ന സ്ഥലം മാത്രമല്ല, അത് ദൈവത്തിൻ്റെ ഭരണമാണ് എന്ന് പറയാൻ സാധിക്കും. ദൈവത്തിൻ്റെ ഇച്ഛ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതാണ്. അത് നാം ഓരോരുത്തരും ചിന്തിക്കുക, നമ്മുടെ ചിന്തകളിൽ, ഇച്ഛകളിൽ, തീരുമാനങ്ങളിൽ ആരാണ് ഭരിക്കുന്നത്? ദൈവം രാജാവാകുന്നിടത്താണ് സ്വർഗരാജ്യം തുടങ്ങുന്നത്. ഹൃദയത്തിൽ മറ്റൊരു രാജാവ് ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്വർഗരാജ്യത്തിന് സ്ഥാനമില്ലല്ലോ. യേശുവിൻ്റെ സന്ദേശം സമീപിച്ചിരിക്കുന്നു. നാളെയല്ല, ഇന്നാണ്. യേശു പറഞ്ഞില്ല സ്വർഗരാജ്യം വരും എന്ന് പറഞ്ഞില്ല, പിന്നെയോ സമീപിച്ചിരിക്കുന്നു. ഇതൊരു ഭാവി വാഗ്ദാനത്തിൻ്റെ ഉപരി ഇന്നത്തെ ഉത്തരവാദിത്വമാണ്. നാളെ തിരിയാം എന്ന് പറഞ്ഞവൻ ഇന്ന് നഷ്ടപ്പെട്ടു. ദൈവം ഇന്ന് സംസാരിക്കുന്നു, ഇന്ന് തീരുമാനമെടുക്കുവാൻ പറയുന്നു. അപ്പോൾ സ്വർഗരാജ്യം നമ്മുടെ സമയത്തിനായി കാത്തിരിക്കുകയില്ല, നമ്മുടെ തീരുമാനത്തിനാണ് കാത്തിരിക്കുന്നത്. ദൈവം അതുകൊണ്ട് പറയുന്നു, മാനസാന്തരപ്പെടുവിൻ, ഇന്ന് മാനസാന്തരപ്പെടുവിൻ. ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, നിന്റെ ഹൃദയം എന്നിലേക്ക് തിരിഞ്ഞു? സ്വർഗരാജ്യം നമ്മുടെ ജീവിതത്തിന് പുറത്ത് ഉണ്ട്. തുറക്കാനുള്ള താക്കോൽ നമ്മുടെ തീരുമാനത്തിലാണ്. മാനസാന്തരപ്പെടുന്നവർക്ക് സ്വർഗം ദൂരമല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് വിചിന്തനം നടത്തി, നടക്കുന്നതായ പാതയിൽ ദിശ മാറി ദൈവത്തിങ്കിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ശ്രമിക്കാം. മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. പ്രാർത്ഥിക്കാം. കൃപയും കരുണയും നിറഞ്ഞ ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങളുടെ സംസാരിച്ച വചനത്തിനായി ഞങ്ങൾ നന്ദി കരേറ്റുന്നു. കർത്താവേ, ഞങ്ങളുടെ കണ്ണുനീർ മാത്രമല്ല, ഞങ്ങളുടെ വഴികളും മാറ്റാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ നിന്നെയല്ലാതെ മറ്റാരെയും പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. മാനസാന്തരപ്പെടുന്ന ഒരു ജീവിതം, ഇന്ന് തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.